ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഫിഷ് കട്ട് അണ്ടർ സ്കേർട്ടാണ്. നമ്മൾ ഈ അണ്ടർ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹിപ്പ് സൈസ് ഉണ്ടല്ലോ, ഹിപ്പ് എന്ന് പറയും, സീറ്റ് എന്ന് പറയും. അപ്പോൾ ആ ഹിപ്പ് സൈസ് എത്രയാണോ അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നത് എത്രയാണോ അതിലൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അണ്ടർ സ്കേർട്ടിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് മുകളിൽ മുതൽ താഴെ വരെ അതുപോലെ മാർക്ക് ചെയ്യും. ഇപ്പം നമ്മളൊരു കണക്ക് പ്രകാരം 40 ഹിപ്പ് സൈസ്, അതിനെ ഞാൻ 4 ഭാഗം വെച്ച് ഡിവൈഡ് ചെയ്തു. ആ ഡിവൈഡ് ചെയ്തിട്ടുള്ളതിനെ അതിന് കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ വണ്ണം മാർക്ക് ചെയ്തിരിക്കുന്നത്. ലെങ്ത്ത് എത്രയാണോ ഉള്ളത് അതിൽ കൂടെ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ ഒരു അണ്ടർ സ്കേർട്ടിൻ്റെ ഹാഫ് പോർഷൻ മാർക്ക് ചെയ്യുക, പകുതിയാക്കിയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ പകുതി നിന്നിട്ട് മുകളിലോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. അത് നമ്മളങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. അവിടെയാണ് ഷേപ്പ് വരിക. പിന്നെ മുകളിൽ നിന്ന് താഴോട്ട് ഒരു 6 ഇഞ്ചും, അത് നമ്മുടെ ആ സൈസ്, ആ സീറ്റിൻ്റെ അവിടുത്തെ ഒരു സൈസാണ് അവിടെ വരുന്നത്. പിന്നെ മുകളിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ വരേണ്ടത് 1 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തെടുക്കണം, 1 ഇഞ്ച്. പിന്നെ അതങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സെൻറ്റർ പോർഷൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു അളവിൽ 1.5 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്യണം. പിന്നെ ഏറ്റവും താഴെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതവിടെ എക്സ്ട്രാ നമുക്ക് നടക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടാനാണ്. എന്നിട്ട് അതിനെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇങ്ങനെയാണ് നമ്മുടെ മെഷർമെൻറ്റ് വരുന്നത്. അതാണ് നമ്മൾ പേപ്പറിൽ കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നാറുണ്ട്. കാരണം ക്ലോത്ത് ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്യാമറ വെക്കുന്നതും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ ഈ ഒരു ഫിഷ് കട്ട് അണ്ടർ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഈ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ സാറ്റിൻ ക്ലോത്താണ്. കാരണം ഇത് നെറ്റ് സാരിയാണ്. അപ്പോൾ നെറ്റ് എന്ന് പറയുമ്പോൾ സെയിം കളറിലുള്ള അണ്ടർ സ്കേർട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ അതേ കളറിൽ സാറ്റിൻ ക്ലോത്തിലാണ് അണ്ടർ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സാറ്റിൻ ക്ലോത്ത് അണ്ടർ സ്കേർട്ട് ആയിരിക്കുമ്പോൾ നല്ല ഗ്ലേസിങ് ഉണ്ടാവും. സാധാ അണ്ടർ സ്കേർട്ട് കുറച്ച് ഡൾ കളറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു അണ്ടർ സ്കേർട്ടിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സാറ്റിൻ ക്ലോത്ത് ലോക്കലെല്ലാം നല്ല ക്ലോത്ത് ആയിരിക്കണം. കാരണം ഇത് ചിലത് ട്രാൻസ്പെറൻ്റായിട്ട് നിഴലടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അണ്ടർ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്താലും അടിയിൽ പാൻറ് ഇടുന്നത് നന്നായിരിക്കും. ഇപ്പം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തു. ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആരുടെ ലെങ്ത്ത് ആണെങ്കിലും അതിലൂടെ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. വേറെ അതിലൊരു കണക്കും വേണ്ട. നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയാൽ മതി, കണക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ വീതി എന്ന് പറയുന്നത് നമ്മൾ സീറ്റ് എത്രയാണോ, സീറ്റിനെ 4 ഡിവൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിലൂടെ 1 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ 10 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിലൂടെ 1 ഇഞ്ച് കൂട്ടി 11 മാർക്ക് ചെയ്ത് കൊടുത്തു. മുകളിൽ മുതൽ താഴെ വരെ മാർക്ക് ചെയ്തു. പിന്നെ ഈ ഒരു അണ്ടർ സ്കേർട്ടിൻ്റെ ഹാഫ് പോർഷൻ പകുതിയായിട്ട് കാണണം. ആ ഒരു പകുതി കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ഷേപ്പറൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇതേ കണക്ക് പ്രകാരം നിങ്ങൾ ആര് അണ്ടർ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്താലും കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വെയർ ചെയ്തിട്ടും കൊടുത്തിട്ടൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസിലാണ് പറയുന്നത്. ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമ്മൾ കറക്റ്റായിട്ട് ആ ഷേപ്പ് കിട്ടും. ആ ഷേപ്പ് കിട്ടുമ്പോൾ തന്നെ ആ സാരിക്ക് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. നെറ്റാണ് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് വരുന്നത് സാരികളൊക്കെ. അപ്പോൾ നമ്മൾ ഈ സാറ്റിൻ ക്ലോത്തിലാണ് അണ്ടർ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുക. നോർമൽ അണ്ടർ സ്കേർട്ട് ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അവിടെ ചുളിവുകൾ വരും. അത് ആ ഒരു സാരിയിൽ ഭംഗി ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഏറ്റവും അടിവശമാണ്. ആ അടിവശത്ത് എത്രയാണോ സീറ്റ് അതിലൂടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ മാർക്കിങ്ങിലൂടെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. 5 അല്ലെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ 6 ഇഞ്ചായാലും കുഴപ്പം വരില്ല. നമുക്കത് നടക്കാനുള്ള ഒരു ഗ്യാപ്പാണ് അവിടെ വരേണ്ടത്. അപ്പോൾ അതും നമ്മളവിടെ തൊട്ടടുത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മീറ്റർ തുണിയാണ് കേട്ടോ ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 മീറ്റർ തുണി നമുക്ക് ഈ ഒരു അണ്ടർ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമുണ്ട്. ഇപ്പം മുകളിൽ നമുക്ക് ആ ഒരു 1 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഏറ്റവും മുകളിൽ കേട്ടോ. എന്നിട്ട് താഴെ നമ്മളൊരു 3 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ 1.5 ഇഞ്ചും, ഏറ്റവും മുകളിൽ 1 ഇഞ്ച്, പിന്നെ ആ 3 ഇഞ്ചിൻ്റെ ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് 1.5 ഇഞ്ച്. പിന്നെ നമ്മൾ നേരെ പോകേണ്ടത് നമ്മുടെ ആ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ താഴെ, അവിടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ട് തോന്നുള്ള സംശയമുള്ളവർ മാത്രം 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. പക്ഷേ എത്ര തടിയുള്ള ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റാണ് കേട്ടോ. എങ്ങനെ മാർക്ക് ചെയ്താലും നമ്മൾ ആ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എപ്പോഴും ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒരു കട്ടിങ്ങിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കരുത്. ഒരു സ്ക്വയറായിട്ട് വരും.
ഇനി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏറ്റവും അടിയിൽ നമ്മൾ ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ സ്കേർട്ട് നമ്മുടെ താഴോട്ട് തൂങ്ങാൻ ചാൻസ് ഉണ്ട്. സ്കേർട്ട് എന്നല്ല, ഫ്രോക്കാണെങ്കിലും മറ്റേത് ഡ്രസ്സാണെങ്കിലും ആ ഒരു സൈഡിലോട്ട് തൂങ്ങാൻ ചാൻസ് ഉണ്ട്. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 ഇഞ്ചാണ് അവിടെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ വരയുടെ തൊട്ടപ്പുറത്തൂടെ ഞാനങ്ങനെ ആ ഒരു ഷേപ്പ് കേട്ടോ, ഒരു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്ത ആ സ്കെയിലിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു കട്ടിങ് പറഞ്ഞാൽ എളുപ്പമാണ്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല ഭംഗിയുണ്ടായിരിക്കും ഈ ഒരു അണ്ടർ സ്കേർട്ട് നമുക്ക് വെയർ ചെയ്യാൻ. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. നമ്മളധികം എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്നതാണ് നമ്മുടെ ഈ ഒരു ഷേപ്പിൻ്റെ അവിടെ, ആ ഒരു അണ്ടർ സ്കേർട്ടിൻ്റെ അവിടെ അങ്ങനെ ചുളിഞ്ഞ് നിൽക്കുക. അപ്പോൾ നമ്മുടെ വയറൊക്കെ ഒന്നും കൂടി കൂടുതലുള്ളതുപോലെ തോന്നിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ ഈ ഒരു അണ്ടർ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് ഞാൻ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടായിട്ട് തോന്നി കേട്ടോ. ഇപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇതിലിനി ഒരു മാർക്കിങ്ങും കൂടി ഉണ്ട്. ഇതിനൊരു ചെറിയൊരു ടെക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വരുന്ന വീഡിയോ ഇതിൽ പറയാം. ഇപ്പോൾ നമ്മൾ മുകളിൽ വെക്കുന്നതിന് ബാൻഡ് എന്നാണ് പറയാറ്. അത് നമ്മൾ 3 ഇഞ്ച് നീളം കേട്ടോ. 3 ഇഞ്ച് നീളമാണ് നമ്മൾ എടുക്കുന്നത് ബാൻഡ്. ഈ വീതി എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ സീറ്റ് എടുത്തിട്ടുള്ളത് അതേ അളവിൽ നമ്മൾ എടുക്കുക കേട്ടോ. അതിലൂടെ 2 ഇഞ്ച് കൂട്ടണം. കാരണം ആ 2 സൈഡും നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അതുകൊണ്ട് 2 സൈഡും ഓരോ ഇഞ്ച് എക്സ്ട്രാ ഇടണം. നമ്മുടെ സീറ്റ് എത്രയാണോ അതിലൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ടുള്ള അളവാണ് ഇതെടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾ എത്രയാണോ ആ ഒരു അണ്ടർ സ്കേർട്ട് കട്ട് ചെയ്തിരിക്കുന്നത് അതവിടെ വെച്ച് നോക്കിയിട്ട് ഈ ഒരു ബാൻഡ് എടുത്താൽ മതി. അപ്പോൾ സംശയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ടൈം അടിച്ച് പഠിക്കുന്നവരും അടിക്കാൻ താല്പര്യമുള്ളവരും എല്ലാവർക്കും ഈ ഒരു അണ്ടർ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പേടിക്കാതെ തന്നെ അടിക്കാൻ പറ്റും കേട്ടോ. ഡാമേജ് വരുമോ കേട് വരുമോ എന്നുള്ളൊരു ടെൻഷനും വേണ്ട. ഈ ഒരു മെഷർമെൻറ്റ് പ്രകാരം നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ അതാ ഞാനൊരു പോർഷൻ എടുത്തിട്ടുണ്ട്. 2 പീസാണ് നമുക്കൊരു അണ്ടർ സ്കേർട്ടിലുള്ളത്. അപ്പോൾ അതിനൊരു പോർഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഒരു പോർഷനെ അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ടെക്ക് പിടിക്കണം. ലെങ്ത്ത് എന്ന് പറയുന്ന ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ ടെക്കിൻ്റെ നീളം വരും കേട്ടോ. ആ ഒരു വീതി എന്ന് പറയുന്നത് 1/2 ഇഞ്ച് മതി. ഇതങ്ങനെ ഒരു 4 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് കേട്ടോ. മുകളിൽ 1/2 ഇഞ്ച് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് മേലെ നമ്മൾ ഏത് ടെക്ക് ഇടുകയാണെങ്കിലും സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് അവിടെ കെട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ സ്റ്റിച്ചുകൾ അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ മെല്ലെ അവിടെ നിന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. മെല്ലെ അവിടെ നിന്ന് കെട്ടിട്ടിട്ട് താഴോട്ട് അടിച്ച് താഴോട്ട് കൊണ്ടുവരിക. അത് കട്ട് ചെയ്ത് നമ്മളങ്ങനെ നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റി ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പോർഷനും നമ്മൾ അതുപോലെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ആ ഒരു സീറ്റിൻ്റെ അവിടെ കുറച്ചിട്ടും നമ്മുടെ ആ ഹിപ്പ് ഉണ്ടല്ലോ വേസ്റ്റിൻ്റെ അവിടെ കുറഞ്ഞ് കാണിക്കാനും നമ്മുടെ ആ ഹിപ്പിൻ്റെ അവിടെ ഷേപ്പ് ചെയ്ത് കാണിക്കാനുമാണ് ഈ ഒരു ടെക്ക് ഇടുന്നത് കേട്ടോ. ടെക്ക് ഇട്ടാലാണ് നമ്മുടെ ആ ഒരു സ്കേർട്ട് സൂപ്പർ ആവുള്ളൂ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പോർഷൻ അങ്ങനെ അടിച്ചു ഒരൊറ്റ സൈഡ് കേട്ടോ. ഒരു സൈഡ് അങ്ങനെ ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ആ ഒരു ഷേപ്പിലൂടെ തന്നെ മെല്ലെ വളച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സാറ്റിൻ ക്ലോത്ത് ആകുമ്പോൾ പിനിയാനും നൂല് വലിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വരണം. ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ ഒരു സ്റ്റിച്ച് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് വരും. പിന്നെ ഞാൻ തിരിച്ചൊരു ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ 2 വട്ടം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് അടി എന്താ ചെയ്യുക വെച്ചാൽ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കും. അപ്പോൾ ഇത് സാറ്റിൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അവിടെ പിനിയാനോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു വൃത്തി ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലോട്ട് കൊണ്ടുവരിക. ഇത് കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്യുക, ബാൻഡ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ 3 ഇഞ്ച് നീളം 3 ഇഞ്ച് നീളം വീതി നമ്മുടെ സ്കേർട്ട് എത്രയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കണക്ക് വെച്ചാൽ മതി. ഇനി ഇവിടെ നിന്ന് ആ അറ്റം മുതൽ ഈ അറ്റം വരെ നമ്മൾ ബാൻഡ് വെച്ച് നോക്കിയാൽ മതി. ഒരു 3 ഇഞ്ച് വീതിയിലുള്ള കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക. കറക്റ്റ് ആണോ എന്നാണ് നോക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് എക്സ്ട്രാ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 2 ഇഞ്ച് അവിടെ നിർത്തിയിട്ടുണ്ട് ഞാൻ. 2 ഇഞ്ച് കാരണം ആ ഒരു സൈഡും മറ്റേ സൈഡും മടക്കി തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു അണ്ടർ സ്കേർട്ടിൻ്റെ കളറെന്ന് പറയുന്നത് ലൈറ്റ് പിങ്കാണ് കേട്ടോ. നല്ലൊരു പിങ്കാണ്. പക്ഷേ ഈ ലൈറ്റിൻ്റെ വ്യത്യാസത്തിലാണ് പീച്ച് കളറും ഡാർക്ക് കളറൊക്കെ ആയി വരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഈ ഒരു സൈഡിൽ ചെറിയൊരു വളവുണ്ടായിരുന്നു, അതൊന്ന് മാറ്റിയിട്ട് അങ്ങനെയൊക്കെ എപ്പോഴും കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. മുകളിലും താഴിലും
കെട്ടിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ അപ്പം തന്നെ നമ്മൾ നൂലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിതാ നമ്മുടെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ ഒരു സൈഡിൽ മടക്കി തയ്ച്ച് കൊടുക്കണം. 2 സൈഡിലുണ്ട്, 2 സൈഡ് നമ്മൾ ആദ്യം ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ട്, പിന്നെ ഒരു 1/4 ഇഞ്ച്, അങ്ങനെ 2 സൈഡും മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാവാടയുടെ ഒരു സൈഡും പിന്നെ മറു സൈഡും കേട്ടോ. ആ 2 സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ബാൻഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്കവിടെ സിബ്ബ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു അണ്ടർസ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ, ഞാൻ സിബ്ബ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ ഇട്ട് തരാം. ഇത് ഇങ്ങനെ ഒരു വീഡിയോ, ഈ ഒരു സൈഡ് മടക്കി തയ്ച്ചിട്ട് ബാൻഡ് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും അറിയാത്തവർക്കും നമുക്കൊരു മറ്റേ അണ്ടർസ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ട്. ഇപ്പം നമ്മുടെ നല്ല വശം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു അണ്ടർസ്കേർട്ടിൻ്റെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബാൻഡ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളങ്ങനെ അടിച്ച് കൊടുത്തിട്ട് അവസാനം വരെ പോകണം. അവിടെ എത്തണം. അവിടെ കറക്റ്റായിട്ട് നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ ഒരു കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് മടക്കി തയ്ച്ച് കൊടുത്തിട്ട് മടക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അതങ്ങനെ മടക്കിയിട്ട് ഉള്ളിലോട്ട് മടക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അത് അത്രയാണ്, നമുക്ക് ആ വള്ളി ഇടുന്ന ഒരു വീതി മാത്രമേ നമുക്ക് അവിടെ വേണ്ടുള്ളൂ ബാൻഡിന് കേട്ടോ. അതാണ് 3 ഇഞ്ച് വീതി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ അടിച്ച് പോവുക. സാറ്റിൻ ക്ലോത്തിന് ചുളിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മെല്ലെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. എന്താ വെച്ചാൽ സാറ്റിൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് ചുളിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും അറിയാത്തവർക്കൊക്കെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിച്ചോളൂ, ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ നോക്കാം. അത് നമ്മൾ അവസാനം എത്തുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ കട്ട് ചെയ്ത സൈഡ് അവിടെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ കെട്ടിട്ട് കൊടുത്തു. അങ്ങനെ ആ ഒരു സൈഡ് കഴിഞ്ഞു. ഇനി ഒരു 1/4 ഇഞ്ച് മുകളിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. അത് നല്ല നീറ്റായിട്ട് നിൽക്കാനാണ് കേട്ടോ. നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക, കെട്ടിട്ട് കൊടുത്തിട്ട് ആക്കുക. അപ്പോൾ നല്ലൊരു നീറ്റായിട്ട് അവിടെ ഒരു ഭംഗി ഉണ്ടായിരിക്കും. പിന്നെ ആ ഒരു സൈഡിൽ തുമ്പൊന്നും ഇടുക, ബാൻഡിൻ്റെ തൊട്ട് താഴെയിട്ട് നമ്മൾ മെല്ലെ അടിച്ചിട്ട് അതേ ഗ്യാപ്പിൽ ആ ഒരു ഷേപ്പിലോട്ടൊക്കെ നമ്മൾ മെല്ലെ അടിച്ചെടുക്കുക കേട്ടോ. ഇത് കറക്റ്റായിട്ട് വരും ഈ ഒരു മെഷർമെൻറ്റിൽ സ്റ്റിച്ച് ചെയ്താൽ. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വണ്ണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ ആ ഒരു സൈഡ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മടക്കി തയ്ച്ചു കൊടുത്തു. പിന്നെ അടിവശം മടക്കി തയ്ച്ചു കൊടുക്കുക കേട്ടോ. അടിവശമൊക്കെ മടക്കി തയ്ക്കുമ്പോൾ ചുളിയുന്ന ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് മടക്കി കൊടുക്കുക. പിന്നെ വലിക്കാതിരിക്കുക. ഞാനൊരു പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കാണുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ അടിവശമൊക്കെ മടക്കി തയ്ക്കുമ്പോൾ ഇവരിങ്ങനെ വലിച്ചു കൊടുക്കും അടിക്കുന്ന ആ ഒരു സൈഡിലത്ത്. അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ അത് വലിക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ അവിടെ ചുളിയാനുള്ള ചാൻസ് കൂടുതലാണ്. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഓരോന്നും നിങ്ങൾക്ക് കാണാൻ പറ്റണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.